നമസ്കാരം. നോർഡിക്കിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യ, പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും ബി.ജെ.പിക്ക് ബാലികേറാമലയായി നിലനിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ മികച്ച ജയം ബി.ജെ.പി സ്വന്തമാക്കിയപ്പോൾ പോലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒറ്റ സീറ്റ് പോലും ആകാതെ സംപൂജ്യരാവുകയായിരുന്നു ബി.ജെ.പി. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുമ്പോഴാണ് എന്ത് പച്ചക്കള്ളം പറഞ്ഞും സീറ്റ് നേടുക എന്ന തന്ത്രം ബി.ജെ.പി പയറ്റുന്നത്. വ്യാജ പ്രചരണം നടത്തുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ആകുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാകുന്നത്. ഇന്ത്യയുടെ ഭാഗമായിരുന്ന കച്ചിത്തീവ് ദ്വീപ് 1975 ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു എന്ന പച്ചക്കള്ളം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് തട്ടിവിടുകയാണ് നരേന്ദ്രമോദി. ഏപ്രിൽ ഫൂൾ ദിനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് മോദി ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തത്. കോൺഗ്രസ് ശ്രീലങ്കയ്ക്ക് നൽകിയ കച്ചിത്തീവ് ദ്വീപുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തൽ എന്നൊക്കെയായിരുന്നു ആ ദിവസത്തെ ട്വീറ്റ്. ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ട്വീറ്റ്. റിയോട്ടോറിക് അസൈഡ്, DMK has done nothing to safeguard Tamil Nadu's interest. New details emerging on Kachativ Dweep have unmasked the DMK's double standard totally. അതായത് ഇക്കുറി പ്രതിസ്ഥാനത്ത് DMKയും ഉണ്ട്. ഈ നാടിന്റെ താല്പര്യങ്ങൾ മാനിക്കാതെ കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കോൺഗ്രസും DMKയും ചേർന്ന് വിട്ടുകൊടുത്തു എന്നതാണ് രത്ന ചുരുക്കം. പക്ഷെ ഇതിന്റെ വസ്തുത കൺമുന്നിൽ തന്നെ ഉണ്ട് എന്നിരിക്കെയാണ് ഇങ്ങനെ ഒരു നുണപ്രചരണം നടക്കുന്നത്. 2015 സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രി ആയിരുന്ന സമയത്ത് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന S. ജയശങ്കർ കച്ചത്തീവ് വിഷയത്തിൽ നൽകിയ മറുപടി ഇപ്രകാരമാണ്: ഇന്ത്യയുടെ ഭൂപ്രദേശം ഏറ്റെടുക്കുന്നതോ വിട്ടുകൊടുക്കുന്നതോ ആയ ഒന്നും ഈ കരാറിൽ ഉൾപ്പെട്ടിട്ടില്ല. കാരണം പ്രസ്തുത പ്രദേശം ഒരിക്കലും അതിർത്തി നിർണയിക്കപ്പെട്ടിട്ടില്ല. ഉടമ്പടി പ്രകാരം കച്ചത്തീവ് ഇന്ത്യ ശ്രീലങ്ക അന്താരാഷ്ട്ര സമുദ്രാതിർത്തി രേഖയുടെ ശ്രീലങ്കൻ ഭാഗത്താണ്, അതായത് ശ്രീലങ്കയുടേതാണ്. അതിനിടയിൽ ഇന്ത്യൻ അതിർത്തിയിലെ അരുണാചൽ പ്രദേശിലെ 30ഓളം സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റിക്കൊണ്ട് ചൈനീസ് മിനിസ്ട്രി ഓഫ് സിവിൽ അഫയേഴ്സ് 4ാമത്തെ ലിസ്റ്റും പുറത്തിറക്കി. നമ്മുടെ പ്രധാനമന്ത്രി ആ സമയം ശ്രീലങ്കയിലേക്ക് നോക്കിയിരിക്കുകയാണ്. മുണ്ടും വേഷ്ടിയും ഒക്കെ ധരിച്ചാൽ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഇഷ്ടഭക്ഷണം എന്ന് പറഞ്ഞാൽ തമിഴ് ജനതയെ കയ്യിലെടുക്കാമെന്ന മൂഢസ്വർഗത്തിലാണ് അദ്ദേഹം.